ശബരിമല പല വിഷയങ്ങളിലായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങളിൽ ആചാരങ്ങളെ ജീർണിച്ചത് എന്നും സ്ത്രീ വിരുദ്ധം എന്നുമൊക്കെ മുദ്ര കുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച വിഷയമാണത്. ഇതിനെതിരെ പ്രതികരിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഭക്തരായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് റെഡി ടു വെയിറ്റ്. റെഡി ടു വെയിറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞോന്നറിയില്ല. എന്തായാലും കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള മലയാള വാക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇതിനെക്കുറിച്ചും ശബരിമല യുവതീ പ്രവേശന വിഷയത്തെക്കുറിച്ചുമുള്ള സ്വാമിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. അത് തർക്കമില്ലല്ലോ. സ്വാമിയെ അഭിപ്രായം പറയാൻ നേരത്തെ പറഞ്ഞതിൽ നേരെ വിരുദ്ധമായി പോവും. ഇപ്പൊ സ്വാമി കയറി അഭിപ്രായം പറഞ്ഞാൽ നേരത്തെ പ്രസംഗിച്ചതിന് വിരുദ്ധാവും. എന്ത്? ഒറ്റപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായം പൊങ്ങി വരും. ആ അവിവേകത്തിന് ചിദാനന്ദപുരസ്വാമി ഇന്ന് വരെ മുതിർന്നിട്ടില്ല, ഇനി മുതിരുകയുമില്ല. അല്ലെങ്കിൽ എത്ര എളുപ്പമുണ്ട് പറയാൻ. എനിക്ക് ഉപനിഷത്തൊക്കെ ഒരുപാട് ഗാർഗിമാരെയും മൈത്രേയിമാരെയും ഒക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ബ്രഹ്മവാദിനികളെ നിരത്താം. യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ധർമ്മചാരിണികളെ, ഋഗ്വേദ സംഹിതയിൽ നിന്നും മറ്റും ഋഷികകളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിരത്തിക്കൊണ്ട് സ്ത്രീ വിവേചനം തെറ്റാണെന്നൊക്കെ പറയാം. പക്ഷേ അതിന് ഒരുങ്ങില്ല. ഇത് വ്യക്തി പറയേണ്ട അഭിപ്രായമല്ല. വിദ്വൽ സഭയുടെ ഒരു തീരുമാനമായിട്ട് വേണം ഇത് വരേണ്ടത്. അതിൽ നിശ്ചയമായും ആ ക്ഷേത്രത്തിന്റെ തന്ത്രി, വേദവിദ്വാൻമാര്, തന്ത്രവിദ്വാൻമാര്, ഗുരുസ്വാമിമാര്, സർവോപരി ക്ഷേത്രവിശ്വാസികളായ അമ്മമാര് എല്ലാവരും പങ്കുചേരണം. ക്ഷേത്രവിശ്വാസവുമായി ബന്ധമില്ലാത്തവന് ഇതിൽ അഭിപ്രായം പറയാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതാണ്. അത് തന്നെയാണ്. ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടാം. അത് ഈ വിദ്വൽ സഭയുടെ തീരുമാനത്തിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാണ്. ആ നിലയ്ക്ക് റെഡി ടു വെയിറ്റ് എന്നുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് കുറച്ച് ധർമ്മബോധമുള്ള പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ, യുവതികളുടെ, പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. മറ്റൊരു ഭാഗത്ത് അതല്ല, അത് എന്താ പറയേണ്ടത്, അധികാരമാണെന്നാണ്, പിടിച്ചു വാങ്ങേണ്ടതാണെന്നാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് നീക്കങ്ങൾ ഇന്ന് വലിയ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേര് ഏതിനാണോ നമുക്ക് തോന്നുന്നത് അതിന് പിന്തുണ കൊടുക്കുക. ഇപ്പൊ അവിടെ ഇടിച്ചു കയറി അങ്ങ് സ്ത്രീ പ്രവേശിക്കണം, ആർത്തവകാലീനകൾ പ്രവേശിക്കണം എന്നാണോ എങ്കിൽ അതിന് പിന്തുണ കൊടുക്കുക. അതല്ല, അതിന്റെ പരിപാവനത നിലനിർത്തണമെങ്കിൽ അവിടുത്തെ തനത് ആചാരരീതികൾ സംരക്ഷിക്കപ്പെടട്ടെ. വിദ്വൽ സഭയിലൂടെ മറ്റൊരു തീരുമാനം വരുന്നത് വരെ ഇത് ഞങ്ങൾ ആചരിക്കാൻ തയ്യാറാണ്. ഇനി വിദ്വത്സഭ തീരുമാനിച്ചാലും ശരി, ഇവിടുത്തെ വിശ്വാസികളായ അമ്മമാര് ഇപ്പൊ ഇടിച്ചു കയറി പോകുന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം അവര് കുട്ടികളെ പറഞ്ഞയച്ച് ആ ഉപാസനയിൽ സായുജ്യം കണ്ടെത്തിയവരാണ്. എല്ലായിടത്തേക്കും എല്ലാവരും ഇടിച്ചു കയറേണ്ട ആവശ്യമില്ല. നാളെ ഇവിടുത്തെ പുരുഷന്മാരെല്ലാം സംഘടിച്ച് തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്യാണ്. ആറ്റുകാൽ പൊങ്കാല പുരുഷന്മാരിടാൻ പോവുക. അങ്ങനെ സ്ത്രീ എന്താ കഥ, എന്താ അതിന് നേതൃത്വം വരട്ടെ. ഇതാവും വേണ്ടേ അതിന് നേതൃത്വം. ഇവിടെ ഈ സ്ത്രീ പീഡനമുള്ള പോലത്തെ പുരുഷ പീഡന ഫോറം ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും നേതൃത്വം കൊടുത്തെന്ന് വരും. ഇല്ല, നമ്മളെങ്ങനെയാ പറയുക? ആറ്റുകാൽ പൊങ്കാല മേലില് പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. അതിനെ പിന്തുണയ്ക്കാൻ ആളുണ്ടാവും.